വാണിയംകുളം ത്രാങ്ങാലി മുല്ലയ്ക്കൽ കറുപ്പന്റെ കുടുംബത്തിനെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസും ബിജെപിയും കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ പറഞ്ഞു. ഇവരുടെ വീടിന്റെ അപേക്ഷ നഷ്ടപ്പെട്ടു എന്ന പ്രചരണം ശരിയല്ലെന്നും ലൈഫ് പദ്ധതിയിൽ കറുപ്പൻ എഗ്രിമെന്റ് വച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. രാഷ്ട്രീയം നോക്കിയല്ല ഭരണസമിതി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കുടുംബം അർഹതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ട് കോൺഗ്രസും ബിജെപിയും കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. പഞ്ചായത്ത് വീട് നൽകില്ലെന്നും ഇവരുടെ വീടിനായി അപേക്ഷിച്ച രേഖകൾ നഷ്ടപ്പെട്ടുവെന്നുമാണ് കോൺഗ്രസ് ബിജെപി പാർട്ടിക്കാരുടെ ആരോപണം. എന്നാൽ ലൈഫ് പദ്ധതിയിൽ കറുപ്പൻ എഗ്രിമെന്റ് വെച്ചതായും സർക്കാർ ഫണ്ട് വരുന്ന മുറയ്ക്ക് ഒന്നാം ഗഡു വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ അറിയിച്ചു. കറുപ്പന്റെ വീടുമായി ബന്ധപ്പെട്ട പരാതിയിലും നമ്മൾ പരിശോധിച്ചു. അവർ ലിസ്റ്റിലുള്ളവരെ അല്ലെങ്കിൽ PMAY എന്താണ് അവർ ലിസ്റ്റിൽ പെടാത്തതെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അവർ PMAY ലിസ്റ്റിലും ലൈഫ് ലിസ്റ്റിലും ഉൾപ്പെട്ട ആളായിരുന്നു. അപ്പോൾ PMAY ലിസ്റ്റിൽ അവർക്ക് പൈസ കിട്ടാത്തത്, ഗഡു കിട്ടാത്തത് കാരണമാണ് അവരെ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ ലിസ്റ്റിൽ പെടാത്തവരുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് അർഹതപ്പെട്ടിട്ടും ഇവർക്ക് പൈസ കിട്ടാത്തത് എന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. PMAYയുടെ ആദ്യത്തെ ഗഡു കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടത് വന്നിട്ടില്ല, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും ലൈഫ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, ലൈഫ് ലിസ്റ്റിൽ എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടി തീരുമാനിപ്പിച്ചതും. അതിനുവേണ്ടി ജനുവരി മാസത്തോടുകൂടി നമ്മൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മുല്ലയ്ക്കൽ കറുപ്പൻ ഏറ്റവും അർഹതപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവരെ വിളിക്കുകയും EO ഓഫീസിൽ നിന്ന് വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. പലതവണ വിളിച്ചിട്ടും അവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അവർ വന്നത് മാർച്ച് മാസം അവസാനത്തോട് കൂടിയിട്ടാണ്. അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് അവർ എഗ്രിമെൻറ്റ് വെച്ചത്. ഏറ്റവും അർഹതപ്പെട്ട കുടുംബം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡു ഇനി ഫണ്ട് വരുന്ന മുറയ്ക്ക് അവർക്ക് ആദ്യ ഗഡു കൊടുക്കാൻ വേണ്ടിയിട്ടും പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. വാണിയംകുളം ത്രാങ്കാലിയിൽ പ്ലാസ്റ്റിക് മേഞ്ഞ വീട്ടിലാണ് കറുപ്പനും ഭാര്യ മഞ്ജുള അടങ്ങുന്ന കുടുംബത്തിന്റെ താമസം. വീടിനായി കറുപ്പൻ മുന്നേ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ PMAY ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. PMAY ഉൾപ്പെട്ടതിനാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അപേക്ഷ വിട്ടു. ഒന്നാം ഗഡു നൽകേണ്ടത് കേന്ദ്രമാണ്. എന്നാൽ ഇതുവരെയായിട്ടും അത് ലഭിച്ചില്ല. കുടുംബത്തിന്റെ ദുരിതം കണ്ട് വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി PMAY ലൈഫ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയതിനാൽ ഇവരെ ലൈഫ് പദ്ധതിയിൽ തന്നെ നിലനിർത്തി. ഇതിനായി എഗ്രിമെന്റ് വയ്ക്കാൻ ജനുവരി 15 മുതൽ കുടുംബത്തെ വിളിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ മാർച്ച് മാസം അവസാനത്തിലാണ് എത്തിയത്. മെയ് മാസം അവസാനത്തോടെ എഗ്രിമെന്റ് വെച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് ഒന്നാം ഗഡുവായ 40,000 രൂപ നൽകും. 4 ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുന്നതിനായി ലൈഫ് പദ്ധതി നൽകുന്നത്. ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അറിയിച്ചു. ത്രാങ്ങാലി ശ്രീ കറുപ്പന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ BJPയും കോൺഗ്രസും പടച്ചുവിടുന്നത് അരാഷ്ട്രീയവും അതുപോലെ തന്നെ അവാസ്തവവുമായ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ കറുപ്പൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താവായി എഗ്രിമെന്റ് വെച്ച് ഫണ്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ്. മെയ് മാസത്തിലാണ് എഗ്രിമെന്റ് വെച്ചത്. ജനുവരി മാസത്തിൽ VO വിളിച്ച് മാർച്ച് മാസത്തിലാണ് അവർ VO ഓഫീസുമായി ബന്ധപ്പെട്ടത്. 2.5 വർഷം മുമ്പ് വരെ രേഖകൾ കൃത്യമല്ലായിരുന്നു. 2.5 വർഷമായിട്ടാണ് അവരുടെ രേഖകൾ കൃത്യമായി അവർ PMAY എഗ്രിമെന്റ് വെച്ച് കാത്തിരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി എന്നും ജനപക്ഷത്താണെന്നും രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ വികസനങ്ങൾ നടത്തുന്നതെന്നും മുൻപ് വീട് നൽകിയ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ കുടുംബം സന്ദർശിച്ച് ഫോട്ടോ എടുക്കുന്നു, പത്രദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനോ മറ്റു സഹായങ്ങളോ നൽകുന്നതിനോ തയ്യാറല്ല. ഇവരുടെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും ഇവരുടെ കള്ളപ്രചരണങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ തങ്ങളെ അധികാരത്തിലെത്തിച്ചതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ, വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഒരു രാഷ്ട്രീയവും നോക്കാതെയാണ് ലൈഫായാലും PMAY ആണെങ്കിലും മറ്റു വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വാണിയംകുളം പഞ്ചായത്തിൽ തന്നെ ഇഷ്ടം പോലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും അനുഭാവികൾക്ക് വീട് കൊടുത്തിട്ടുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതി. അതുകൊണ്ട് ഭരണസമിതിക്കെതിരായും മറ്റുള്ളവർക്കെതിരായിട്ടും നടത്തുന്ന ഇത്തരം വാർത്തകൾ അവാസ്തവമാണെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.